ഓം ശ്രീമാത്രേ നമഃ. ആരാണ് ദേവി എന്ന് ചോദിച്ചു. എവിടെ നിന്ന് വന്നുവെന്ന് ചോദിച്ചു. പിന്നെയോ എന്തിനാണ് വന്നത്? ദേവകാര്യ സമുദ്യത, ദേവന്മാരുടെ കാര്യത്തിനായി. ദേവന്മാർ എപ്പോഴും പരാർത്ഥരാണ്. ഒരിക്കലും സ്വന്തം ആവശ്യങ്ങൾക്കല്ല, മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. സ്വാർത്ഥപരമായിട്ട് മാത്രമാണ് അസുരന്മാർ പ്രവർത്തിക്കുന്നത്. ഞാൻ, എനിക്ക്, എൻ്റേത് എന്നതാണ് ആ സ്വാർത്ഥ ചിന്ത. അപ്പോൾ ദേവി നമ്മളുടെ കാര്യത്തിൽ പരമമായ താല്പര്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്തായിത്തീരണം? ദേവന്മാരെ പോലെ നിസ്വാർത്ഥരായിത്തീരണം. ഇനി അടുത്തത് ചോദിക്കാൻ പോകുന്നത്, എങ്ങനെയിരിക്കും ഈ ദേവിയെ കാണാൻ? ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാശാഠ്യ ക്രോധാകാരാങ്കുശോജ്വല. ഉദിച്ചുയരുന്ന 1000 സൂര്യന്മാരുടെ പ്രഭ ഒരുമിച്ചു വന്നാൽ ഏതുപോലെയിരിക്കും? അത്രയും പ്രഭയോടുകൂടിയവൾ. ഉദിച്ചുയരുന്ന ഒരു ഉദയസൂര്യന്റെ പ്രഭ പോലും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്തത് കൊണ്ട് 1000 ഉദയസൂര്യന്മാരുടെ പ്രഭ ഒരിക്കലും നഗ്ന നേത്രങ്ങൾക്ക് സംവേദ്യമാവുകയില്ല. അതുകൊണ്ട് തന്നെ ദേവിയെ എങ്ങനെയാ കാണേണ്ടത്? ഈ കണ്ണുകൾ കൊണ്ടല്ല കാണേണ്ടത്, പിന്നെയോ അകക്കണ്ണുകൾ കൊണ്ട്. അമിത പ്രഭാവതിയാണ് ദേവി, അമിത തേജസ്വിനിയാണ് ദേവി. ഉദയസൂര്യന്റെ നിറത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ചുമപ്പുമല്ല, വെളുപ്പുമല്ല. ചുമപ്പും വെളുപ്പും കൂടി കലർന്നതാണ് ദേവി. ചുമപ്പ് നിറം തന്ത്രശാസ്ത്രത്തിൽ ശക്തിയുടെ പ്രതീകവും വെളുത്ത നിറം ശിവന്റെ പ്രതീകവുമാണ്. ചുമപ്പും വെളുപ്പും കൂടി കലർന്നതാണ് സിന്ദൂരവർണം. അതുകൊണ്ട് ഈ ദേവി ശിവശക്തി സ്വരൂപിണിയാണ്. ചതുർബാഹു സമന്വിത. സ്തുതികൾ എപ്പോഴും കേശാദി പാദാന്തമായിരിക്കണം, അല്ലെങ്കിൽ പാദാദി കേശാന്തമായിരിക്കണം. ഇവിടെ ആദ്യം കൈകളാണ് പറഞ്ഞിരിക്കുന്നത്. കൈകൾ കൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. ദേവിയുടെ കർമ്മമാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ദേവിയാണ്. ഇതിനെ നിലനിർത്തുന്നതും സംഹരിക്കുന്നതും ദേവി തന്നെയാണ്. കൈകൾ കൊണ്ടാണ് രക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് എന്നെ രക്ഷിക്കുവാനും ശിക്ഷിക്കുവാനും ശക്തിയുള്ളവളാണ് 4 കൈകളുള്ള ഈ ദേവി. രാഗസ്വരൂപ പാശാഠ്യ. ദേവിയുടെ കയ്യിൽ ഒരു കയറുണ്ട്. ഒരറ്റത്ത് ഒരു കുരുക്ക് പോലെ ഇട്ടിട്ട് കെട്ടാൻ ഉപയോഗിക്കുന്ന കയർ ദേവിയുടെ ഒരു ആയുധമാണ്. രാഗമാണ്, അറ്റാച്ച്മെന്റ് ആണ്. രാഗം കൊണ്ടാണ് നമുക്ക് ഈ ലോകത്ത് നിൽക്കാൻ സാധിക്കുന്നത്. രാഗങ്ങൾ കാരണമാണ് റിലേഷൻഷിപ്സ് ഉണ്ടാകുന്നത്. ഈ ലോകം എന്ന് പറയുന്നത് നമ്മുടെ ബന്ധങ്ങളാണ്. അച്ഛൻ, അമ്മ തുടങ്ങി ശത്രുക്കൾ, മിത്രങ്ങൾ, ഇതൊക്കെ ബന്ധങ്ങളാണ്. രാഗ